ഹലോ ഫ്രണ്ട്സ്, മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോനെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കോ പറയുന്നത്, ഞാനെന്താണ് സാറേ തെറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്നറിയാം, എന്നാലും നിനക്ക് ഒരു പെണ്ണ് കേസാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞു. പോലീസ് മാർക്കോനെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം തന്നെ ലോക്കപ്പിൽ കിടക്കുന്ന മാർക്കോനെ വെല്ലുവിളിക്കാനും പരിഹസിക്കാനുമായിട്ടെല്ലാം മേഘനാഥൻ അവിടെ എത്തുന്നുണ്ട്. മേഘനാഥൻ ചോദിക്കുന്നുണ്ട്, നീയാണല്ലേ മാർക്കോ, ഇപ്പം നിനക്ക് ഞങ്ങൾ ആരാണെന്ന് മനസ്സിലായ? അപ്പോൾ മാർക്കോ പറയുന്നത്, ഞാനൊരു തെറ്റും ചെയ്യാണ്ടാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. ഞാൻ ഒരു പെൺകുട്ടികളെയും ഒരു തരത്തിൽ ഉപദ്രവിക്കാനോ പരിഹസിക്കാനോ മോശപ്പെടുത്താനോ നിന്നിട്ടില്ല. അതുകൊണ്ട് എന്നെ രക്ഷിക്കാനും പുറത്ത് ആൾക്കാരുണ്ടെന്ന് മാർക്കോ മേഘനാഥനോട് പറയുന്നുണ്ട്. മാർക്കോ മേഘനോട് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ നിൻ്റെ കാര്യം കട്ടപ്പോകതാണ് മോനെ. നിൻ്റെ അച്ഛന് കൊടുത്തതിനേൽ ഇരട്ടി ഞാൻ നിനക്കിട്ട് തന്നിരിക്കുമെന്ന് മാർക്കോ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മേഘൻ പറയുന്നുണ്ട്, ആദ്യം നീ പുറത്തിറങ്ങുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് നീ വലിയ വാചകമൊക്കെ അടിച്ചാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ മഹാലക്ഷ്മി അറിയാണ് ഇതുപോലെ മാർക്കോനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ മാർക്കോ ആണെങ്കിൽ മുൻകൂർ ജാമ്യം മഹാലക്ഷ്മിയോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും കേസും കൂട്ടും ആവുകയാണെങ്കിൽ എന്നെ അതിൽ നിന്ന് രക്ഷിക്കണം എന്ന് കണ്ണൻ സാറിനോട് പറയണം എന്നെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും കണ്ണൻ തന്നെയായിരിക്കും മാർക്കോനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് പോകുന്നത്. അതേസമയം കണ്ണനും അതുപോലെ കരുണയും കൂടെ നല്ലൊരു വഴക്കൊന്നുണ്ടാവുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ ഒരു വല്ലാത്തൊരു ഭയം തോന്നുകയാണെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും പുറത്ത് പോകുമ്പോൾ നിങ്ങൾ വല്ല കൊട്ടേഷൻ എനിക്കിട്ടും തരുമെന്നെല്ലാം കണ്ണനോട് ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന കണ്ണൻ പറയുന്നു, അതിൻ്റെ ആവശ്യം എനിക്കില്ല, ഞാൻ അങ്ങനത്തെ പരിപാടി ചെയ്യാനും നിൽക്കില്ല. ഞാൻ എന്തെങ്കിലും ചെയ്താൽ തന്നെ അത് ഞാൻ തന്നെയാണെന്ന് ഉറച്ച് എല്ലാവരോടും പറയും. എനിക്ക് അതിനൊരു മടിയുമില്ല എന്ന് കണ്ണൻ പറയുന്നു. പിന്നെ നിൻ്റെ വീട്ടുകാരെ പോലെ നീയും നിൻ്റെ അച്ഛനും എല്ലാം കൊട്ടേഷൻ കൊടുക്കുകയാണല്ലോ ഞങ്ങൾക്ക് നേരെ, അത് നിങ്ങൾക്ക് നേരെ തിരിച്ചടിയായി കിട്ടുന്നുമുണ്ട് എന്നെല്ലാം കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് ഒരു കാര്യം, എൻ്റെ ആളെയാണ് എല്ലാവരും കൂടെ ജയിലിലാക്കിയിരിക്കുന്നത്, അയാളെ ഞാൻ ഇറക്കുകയും ചെയ്യും, എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാമല്ലോ എന്നെല്ലാം കരുണയോട് കണ്ണൻ പറയുകയാണ് ഈ അവസരത്തിൽ. പിന്നീടാണെങ്കിൽ കണ്ണൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം CIയുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനുശേഷം CI പറയുന്നുണ്ട്, കണ്ണൻ സാറ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മാർക്കോ അത്ര പ്രശ്നക്കാരനൊന്നുമില്ല, എനിക്ക് അവനെ കുറേ നാൾ മുന്നേ പരിചയമുള്ളവനാണ്, അവനൊരു പാവമാണ്, പിന്നെ ആൾ ചെറിയൊരു ഗുഡായിസൊക്കെ ചെയ്യും, പക്ഷേ അത് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത് എന്നെല്ലാം CI പറയുന്നുണ്ട് കണ്ണനോട്. നന്മയോടെയുണ്ടോ അവിടെ മാർക്കോ ഉണ്ടെന്നാണ് CI പറയുന്നത്. സത്യം പറഞ്ഞാൽ ഗുണ്ടകളുടെ കൂടെയൊക്കെയാണ് താമസമെങ്കിലും അയാൾ ഗുണ്ടകളെല്ലാം നല്ലവനാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് കണ്ണൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ മാർക്കോനെ കൊണ്ടുപോയിക്കോട്ടെ, ഞാനൊരു അഡ്വക്കേറ്റ് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ CI പറയുന്നുണ്ട്, കണ്ണൻ സാറ് കേസ് ഇതല്ലേ, എന്തായാലും ഞാൻ ആ പെൺകുട്ടീനെ ഒന്നുകൂടെ വരുത്തിക്കട്ടെ, അവൾക്ക് പരാതിയൊന്നുമില്ല എന്നൊന്നും ഞാൻ എഴുതി വാങ്ങിക്കട്ടെ എന്നെല്ലാം പറയുന്നു. നിയമത്തിൻ്റെ വഴി തന്നെ അല്ലേ നടക്കാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് നിയമങ്ങളെല്ലാം ഇന്ന് പെൺകുട്ടികൾക്ക് നേരെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ജോലിക്ക് ഒരു കുഴപ്പവും പറ്റാണ്ട് വേണം ഇതെല്ലാം ചെയ്യാമെന്ന് CI പറയുന്നുണ്ട്. പിന്നീട് CI പറയുന്നത്, ഇതൊരു ചതിക്കുഴി തന്നെയാണ്, അതിലൊരു സംശയമില്ല. ഇന്ന് ആ മേഘനാഥൻ ഇവിടെ വന്നിട്ട് മാർക്കോയായിട്ട് ഒരുപാട് സംസാരിക്കുകയും അതുപോലെ മാർക്കോനെ വെല്ലുവിളിച്ചിട്ടുമാണ് ഇവിടുന്ന് മേഘനാഥൻ പോയിരിക്കുന്നതെന്നെല്ലാം പറയുന്നു. ഇത് കേൾക്കുന്ന കണ്ണൻ, അങ്ങനെയാണോ, എന്തായാലും ഞാൻ ഈ മാർക്കോനെ ഇവിടുന്ന് രക്ഷിച്ചിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.